സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏറെ അവകാശവാദങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്ന 2023 വർഷം. വികസന നായകനായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ പരിസമാപ്തിയായിരുന്നു നവകേരള യാത്രയിൽ സംഭവിച്ചത്. വികസന നേട്ടങ്ങൾ, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുകയും അതനുസരിച്ച് കേരളം വളർന്നിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്, സർക്കാർ സമർപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ച് അതിനെത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് നിഷ്പക്ഷമായി വിലയിരുത്താനുള്ള ചുമതലയാണല്ലോ ഇപ്പോൾ ഈ പാനലിസ്റ്റുകളുടെ ഒരു പെർവ്യൂ. അതെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു പല രംഗങ്ങളാണ്. ഒന്ന് പൊതുഭരണമാണ്. ആ പൊതുഭരണത്തിൽ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ആഭ്യന്തരം, പൊതുഭരണം വിഷയങ്ങളിൽ ക്രമസമാധാന രംഗത്ത് ഉണ്ട് എന്ന് പറയുന്ന സുരക്ഷ, അത് സർക്കാർ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന സുരക്ഷയ്ക്ക് പുറമേ പാർട്ടി ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ യുവജന സംഘടനകൾ ജനസംരക്ഷണത്തിനായി ഇറങ്ങുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. പലപ്പോഴും ഒരു നവീനമായ ആയുധങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച് കാണുന്നത്. ഹെൽമറ്റും ചെടിച്ചട്ടിയും പോലെയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുമ്പോൾ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള വലിയ ഊറ്റം കൊള്ളലിന് എന്ത് ന്യായം എന്ന് സ്വാഭാവികമായും നമുക്ക് ചോദിച്ചു പോകാം. അപ്പോൾ അതുകൊണ്ട് പാർട്ടി സംഘടനാ സംവിധാനവും അണികളും എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ക്രമസമാധാന പാലനം, അതിനെത്ര മാർക്ക് കൊടുക്കാനൊക്കും എന്നത് ചിന്തനീയമാണ്. അതുപോലെ വികസനത്തിന് നേട്ടം പറയുമ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. തുറമുഖ പദ്ധതി അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, അത് പൂർണ്ണ സ്ട്രീമിലേക്ക് വരുന്നു, കപ്പലുകൾ അടുക്കുന്നു. അതിൻ്റെ എല്ലാം നേട്ടം സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന ഒരു കാര്യവും കണ്ടു. K-Phone എന്ന പദ്ധതി, അതിൻ്റെ അവകാശവാദം, അത് എത്രത്തോളം കണക്ടിവിറ്റി ഉണ്ട്, എത്രത്തോളം ടാഞ്ചിബിൾ ആണ് എന്നതൊക്കെ തർക്ക വിഷയങ്ങളായി അവശേഷിക്കും. ഇപ്പോൾ K-Phone കുറിച്ച് കേൾക്കാനില്ല, വലിയ ആഘോഷമായി ലോഞ്ച് ചെയ്യുന്ന പദ്ധതികൾ. അത് മാത്രമല്ല, ഇപ്പോൾ റെയിലിനെ കുറിച്ച് നമ്മൾ ഏറെ കേട്ട വർഷമാണ് കടന്നുപോയത്. റെയിൽ വിസ്മൃതിയിലാണ്ട് പോയിരിക്കുന്നു. അപ്പം ഏറെ കുട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന പല പദ്ധതികളും പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ലോഞ്ചിങ് പാഡിൽ നിൽക്കുകയോ അല്ലെങ്കിൽ വെറും ഒരു PR എക്സസൈസായി മാത്രം ഒതുങ്ങുകയോ ചെയ്യുന്ന കാഴ്ച വളരെ വേദനാജനകമാണ്. കാരണം മലയാളി ബുദ്ധിയുള്ള ഒരു വിഭാഗമാണ്, രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന വളരെയധികം നിരീക്ഷണ പാഠമുള്ളൊരു വിഭാഗം ആളുകളെ കബളിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഈ ശ്രദ്ധയെ തിരിക്കുന്നതിനാണോ എന്നെനിക്കറിയില്ല, ഈ ഒരു ചില നിഴൽ യുദ്ധങ്ങൾ, ഗവർണറുമായുള്ളൊരു പോരാട്ടം, യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനത്തുള്ള ഗവർണറുമായി സർക്കാർ നടത്തുന്ന ഒരു ചക്കളത്തി പോരാട്ടം, ആ പോരാട്ടത്തിലേക്ക് ഏറെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുക വഴി പലപ്പോഴും ഭരണ പരാജയം മറച്ചു വയ്ക്കാനായി പോലും ഇതുപയോഗിക്കുന്നുണ്ടോ എന്ന ഒരു സന്ദേഹം പല നിരീക്ഷകന്മാരുടെ ഇടയിലുമുണ്ട്. കാരണം ആ യഥാർത്ഥ വിഷയത്തിൽ നിന്നും, കോർ വിഷയങ്ങളിൽ നിന്നും ഭരണത്തിൻ്റെ മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഭരണപരാജയങ്ങൾ, അഴിമതി അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ, ഇതിൽ നിന്നെല്ലാം തന്നെ കോഴ. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണങ്ങൾ കേട്ട വർഷവുമാണ്. പലപ്പോഴും ഇടനില ആരോപണങ്ങൾ, കോഴ ആരോപണങ്ങൾ അതെല്ലാം ഇനിയും തെളിയിക്കാനിരിക്കുന്നേ ഉള്ളൂ, സമ്മതിക്കുന്നു. പക്ഷേ ഈ ആരോപണങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും എല്ലാം ശ്രദ്ധ തിരിക്കാനായി വിദ്യാർത്ഥി യുവജന സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ, കേന്ദ്രത്തിൻ്റെ ഏജന്റായി മുദ്ര കുത്തപ്പെടുന്ന ഗവർണർക്കെതിരെ വളരെ വലിയ കായികമായൊരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പലപ്പോഴും ബൗദ്ധികമായൊരു വിഷയത്തെ ബൗദ്ധികമായും ചർച്ചാപരമായും നേരിടുന്നതിന് പകരം അത് തെരുവിലേക്ക് യുദ്ധം വലിച്ചഴക്കുന്ന കായികമായി പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു മനസ്സ്, അത് എത്രത്തോളം ഭൂഷണമാണ് വിവേകമുള്ള കേരളത്തിന്, മലയാളികൾക്ക് അത് എത്രത്തോളം ഭൂഷണമാണ് എന്നത് ചിന്തനീയ കാര്യവുമാണ്. അതുകൊണ്ട് മാർക്ക് ഇടുന്ന, ഞാനൊരു സോഷ്യൽ സയൻസ് അധ്യാപകനായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മാർക്കിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഇപ്പോൾ വളരെ ലിബറലാണ് സോഷ്യൽ സയൻസിൻ്റെ മാർക്കുകൾ. അപ്പോൾ കൺസർവേറ്റീവ് രീതിയിൽ മാർക്ക് SSLC പരീക്ഷയ്ക്ക് മാർക്കിടുന്ന പോലെ ആവരുത്. സംസ്ഥാന എല്ലാവർക്കും A+ കൊടുക്കരുത്. എല്ലാവർക്കും A+ കൊടുക്കാൻ മനസ്സുണ്ടായതുകൊണ്ടല്ല, മുകളിൽ നിന്ന് നിർദ്ദേശം വരുമ്പോൾ അതനുസരിക്കാൻ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ തയ്യാറാകുമല്ലോ, അധ്യാപകരും തയ്യാറാകുമല്ലോ എന്നതാണ്. അതുകൊണ്ട് മാർക്കിൻ്റെ കാര്യത്തിൽ ലേശം പിശുക്ക് കാട്ടാതിരിക്കാനാവില്ല. കാരണം ഒബ്ജക്റ്റീവ് കൺസിഡറേഷനാണ് ഇവിടെ. വലിയ ചോദ്യങ്ങൾക്കെല്ലാം, വലിയ എസ്സേകൾ, ഒരുപാട് മാർക്ക് വേണ്ട വലിയ എസ്സേകൾക്കെല്ലാം തന്നെ
വളരെ പരിമിതമായ മാർക്ക് മാത്രമായി ആകുന്നു. നേട്ടം ചെറിയ ചോദ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന നേട്ടമായതുകൊണ്ട് 10-ൽ എത്ര എന്ന ചോദ്യത്തിന് ഉത്തരം ശരാശരിയിൽ ലേശം താഴെ എന്ന് മാത്രമേ എനിക്ക് പറയാനാവുന്നുള്ളൂ.